ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ സമയം 3 മണിയാണ്. നമ്മൾ ഒരു യാത്ര പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് അച്ഛാ പോകുന്നത്? ഊട്ടി. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഊട്ടിക്ക് പോകാം കേട്ടോ. ഞാൻ ഇതുവരെ ഊട്ടി പോയിട്ടില്ല, അച്ഛനും പോയിട്ടില്ല. ഞാൻ ഇന്നുവരെ ഊട്ടി പോയിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും നാൾ ഊട്ടി പോയില്ലെന്ന് വെച്ചാൽ പോയില്ല. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തായാലും സ്കൂളിൽ നിന്ന് ഞാൻ ടൂർ പോയിട്ടില്ല. മനസ്സിലായോ? ഞാൻ സ്കൂളിൽ നിന്ന് ഒറ്റ ടൂർ പോലും ഞാൻ സ്കൂളിൽ നിന്ന് പോയിട്ടില്ല. 10 പോയിട്ടില്ല, +1 പോയിട്ടില്ല, +2 പോയിട്ടില്ല. ടൂറൊന്നും 5ാം ക്ലാസ് അതിന് പോയായിരുന്നു. ഇവിടെ പോയായിരുന്നു, അച്ചൻകോല് പോയായിരുന്നു. അഹമ്മദ് എല്ലാരും കൂടെ പോയ ഓർമ്മ ഉണ്ടോ? പാട്ടുവരയ്ക്ക് 5-ലെങ്ങാണ്ട് വെച്ച് കുഞ്ഞില്. പാട്ടുവരയ്ക്ക് 5 വരെ ഇല്ല, 4-ാം ക്ലാസ്സിലെങ്ങാണ്ട് വെച്ച്. അയ്യോ, 4ാം ക്ലാസ്സിലുള്ള ടൂറിന് പോയത് അവിടെ അല്ല, ശംഖുമുഖത്ത് കൊണ്ടിട്ട് അവിടെ മറ്റേ പിന്നെ ഇതില് കുട്ടൂസിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞ് ഒരു റബ്ബറും കാർഡ് കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചു വന്നു. എനിക്ക് ഓർമ്മയുണ്ടത്. അപ്പോൾ ഗൈസ്, എന്തായാലും സമയം 3 മണിയാണ്. നമ്മൾ ഇറങ്ങാനായിട്ട് പോവാട്ടോ. അതെ, ബാഗെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്, ഫുൾ പാക്ക് ചെയ്ത് സെറ്റാണ്. ഇനിയൊന്നും ഇല്ലല്ലോ എടുക്കാൻ. അളിയനുണ്ട് കേട്ടാ. ഓ, നീ ഒളിച്ചിരിക്കുന്നോ? ഒരു പൂക്കി സാധനം ഉണ്ട് കേട്ടാ. ഇത് മറ്റേ ഗിഫ്റ്റ് കിട്ടിയത്. ഇത് അച്ഛൻ വെക്കുമ്പോഴേ സൂപ്പർ. എന്തിനും നിയമസഭയിൽ പോണാ രാവിലെ വെള്ളയൊക്കെ ഇട്ട്? അച്ഛന്റെ ഷൂവിന്റെ ഉദ്ഘാടനം ഇല്ലേ ഇന്ന്? ഇട്ടായിരുന്നു ഇതിനു മുമ്പ്. തമിഴ്നാട് പോയപ്പോ ഇട്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 10 മണിക്കൂർ അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോഴൊന്നും എത്തത്തില്ല. അപ്പൊ പടയപ്പാണ് ഡ്രൈവർ. ഹായ്. ഇല്ല. ഓക്കെ, ടാറ്റ വീടേ, ടാറ്റ, ബൈ ബൈ. കാപ്പിയെ കൊണ്ടാക്കി കേട്ടോ, മൂത്തമ്മേന്റെ അങ്ങോട്ട് കൊണ്ടാക്കി. ഒരു മുതുക്ക് അവര് പാക്കറ്റ് ഫുഡും മേടിച്ചിട്ടുണ്ട് കഴിക്കാൻ വെച്ച്. പിന്നെ അനുവിനെ വിളിച്ചായിരുന്നു കേട്ടോ, പക്ഷെ അവക്ക് വരാൻ വയ്യ. എന്തിരുന്ന് അമ്മ പറഞ്ഞ ഒരു കാരണം പറഞ്ഞായിരുന്നു അവള് അവക്ക് വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ വരണോന്ന്. ഊട്ടി പോയിട്ട് ഞാൻ അങ്ങനെ വൈകിട്ട് വരുന്ന അവക്ക് ഒരു പ്രാങ്ക് കൂടെ കൊടുത്തേ പറ്റും. അപ്പൊ എന്തായാലും അനു ഇല്ല, മൊണ്ടി അടിച്ച് ഒഴിഞ്ഞു കേട്ടോ. അല്ല, അവക്ക് അങ്ങനെ യാത്ര പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. രാവിലെ പോയിട്ട് വൈകുന്നേരം വരണം. അന്ന് ഇവിടെ കൊണ്ട് എങ്ങും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആകെ പോയത് എനിക്കൊന്ന് പൊന്മുടി പോയിട്ടുണ്ട്. തമിഴ്നാടും പോയിട്ടുണ്ട്. ശരി, തമിഴ്നാടും പൊന്മുടി മാത്രമേ അവളെ കൊണ്ട് പോയിട്ടുള്ളൂ, വേറെ പോയിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പറയും വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അതിനോണ്ട് പിന്നെ ഞാനും നിർബന്ധിച്ചില്ല, കാരണം എന്തായാലും പോയിട്ട് വൈകുന്നേരം ഒന്നും വരാൻ പറ്റത്തില്ലല്ലോ. കോളേജിൽ നിന്ന് ടൂർ അവളൊന്നും പോവില്ലടാ. ഞാനും പോയിട്ടില്ലായിരുന്നു അന്ന്. പക്ഷെ അത് ഞാൻ നിങ്ങളുടെ ജീവിത സാഹചര്യമൊക്കെ മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ അന്ന് പോവാ. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേന് ഞാൻ അങ്ങനെയാണ് ഞാൻ പോവാ. എനിക്ക് പോകണ്ടായിരുന്നല്ല, എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഫേഷ്യലൊക്കെ ചെയ്തിട്ടോ, ഇന്ന് ഡീറ്റാനൊക്കെ ചെയ്തു, ഹെയർ കട്ട് ചെയ്തു, യുനോ ലുക്കായി. ഓക്കെ, ഇനി എന്തായാലും കുറച്ച് വെട്ടം വെളിച്ചൊക്കെ വന്നിട്ട് വരാൻ കേട്ടോ. ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയില്ല കേട്ടാ ഞാൻ. അളിയനും ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങില്ല. നീ ഉറങ്ങല്ലേ? മാറി ഓട്ടിക്കണേ പറഞ്ഞാൽ മതി കേട്ടോ. അച്ഛനുണ്ട്. ഇനി ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടൊക്കെ വരാൻ കേട്ടോ. വെട്ടവും വിളിച്ചൊക്കെ വരട്ടെ, എന്നിട്ട് വരാം. ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ കോട്ടയൊക്കെ ആയതേ ഉള്ളു കേട്ടോ. കോട്ടയം എത്തിയ നമ്മളല്ലേ. നമ്മളൊരു 3500 രൂപ പെട്രോൾ അടിച്ച് 555 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കണം കേട്ടോ, എനിക്കങ്ങ് വിശക്കുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞ പ്രശ്നം. ഞാൻ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷെ ഉറങ്ങാൻ പറ്റിയതുമില്ല. എനിക്ക് പെടല് വേന എടുക്കുന്നു. ഇപ്പൊ ഈ സൈഡ് ഭയങ്കര വേന. ആ സീറ്റ് ബെൽറ്റ് പിടിച്ചിടുമ്പോ അത് ചരിയും. ചിലപ്പോ ഇത് കുറച്ചു നേരമായിട്ട് ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ. നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നു. 8 കിലോമീറ്റർ കൂടെ ആകുമ്പോ തൃശ്ശൂരാകും കേട്ടോ. എടീ എങ്ങനെ നിർത്തിയില്ല കേട്ടാ. ഊട്ടി വരെ ഇനി 203 കിലോമീറ്റർ, 5 മണിക്കൂർ. ഇനി 5 മണിക്കൂർ ഉണ്ടല്ലേ ഊട്ടി വരെ. വി ആർ സ്റ്റക്ക്ഡ് ഇൻ റോഡിന്റെ നടുക്ക്. ആൻഡ് ബംഗാൾ ചേട്ടൻ ഹായ് ചേട്ടാ. വാസ്തക്കന്റെ ഹൊയ്യ ഭയ്യാ ചാച്ചാ. എനിക്ക് കണ്ടു സ്പൾബർ കൊള്ള. 8:30 ആയപ്പോ ഇത്ര പാലക്കാട് എത്തിക്കാന്ന് പറഞ്ഞായിരുന്നു. ഇയാൾ 8 മണിക്ക് പാലക്കാട് എത്തിക്കുന്നു. നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തിലാ പറഞ്ഞ? ഞാൻ പറഞ്ഞില്ല. ആരാ ഇയാൾ എന്നെ പറഞ്ഞ? 8:30 ആകുമ്പോ ഞാൻ വിളി വിട്
ഏതാ ഏതാ അതോ അല്ല അത് വിട്. ഇല്ല ഇത് ഞാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 8:30 ആകുമ്പോ ഇപ്പൊ അങ്ങ് പാലക്കാടൊക്കെ എത്തുന്നത്. പിന്നെ ഞാൻ ഇതില് വെച്ചൊക്കെ തള്ളുവാ. ഞാൻ ഒന്നുമല്ല. പാലക്കാടത്തെ വ്യൂ 9 മണിയാകുമ്പോ പാലക്കാടത്തെ വ്യൂ പാടവും 9 മണിയാകുമ്പോ കാണിക്കടാ എന്റെ പാടം 9 മണിയാകുമ്പോ പാടവും സൂര്യനും ചായക്കട കാണിക്കടാ. പോടാ. എന്തിരീറ്റി പനി അമ്മയ്ക്ക് പനി പിടിച്ചോട്ടെ ചെറുതായിട്ട്. വിക്സിന്റെ ഇതൊക്കെ മേടിച്ചു. അച്ഛൻ ഭയങ്കര ക്ഷീണമല്ല അച്ഛാ. എന്തിരീറ്റി അമ്മ അടിച്ചാ കിട്ടിയ തോന്നുന്നല്ലേ ഉണ്ടായിരിക്കുന്നു. അമ്മക്ക് പനിയാണ് കേട്ടാ. കുഴപ്പമില്ലായിരുന്നല്ലേ? കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായിരുന്നു പനി, പിന്നെ ഗുളിക കഴിച്ചിട്ട് മാറി. പനി ട്രിപ്പ് ആവൂടെ. എനിക്കങ്ങ് ബോറടിക്കുന്നു കേട്ടോ. നമുക്ക് ഇവരെ എന്തെങ്കിലുമൊക്കെ വള്ളിയൊക്കെ പിടിച്ചാലാ. അമ്മ തോന്നുമ്പോ ഞാൻ വീഡിയോ എടുക്കാം. അല്ല വേണ്ട അച്ഛൻ മതി. അച്ഛൻ ഒത്തിരി വെള്ളം കത്തുവാണ് ദൂരെ അറിയാനും പറ്റും പെട്ടെന്ന്. ടണലായ കേട്ടോ. ഇല്ല 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 അത് ഇത് അക്കുഡേറ്റാ. അതുകൊണ്ടാ അക്കുഡേറ്റ് ആണ്. എവിടെയൊക്കെ ആയ കേട്ടാ. എനിക്കൊന്ന് ഇവൻ വേറെ ഏതോ സ്ഥലത്താണ് പോന്നു തോന്നുന്നു. നീ വേറെ ഏതോ സ്ഥലത്ത് കൊണ്ടുപോവാ. ഇത് പണ്ടൊക്കെ പണിഞ്ഞാന്ന് തോന്നുന്നു. ബ്രിട്ടീഷുകാരെ സംഭവമായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാര് പണ്ട് കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ട്രിവാൻഡ്രത്തുണ്ട് ഒരു ട്രിവാൻഡ്രത്ത് ഒരു പോസ്റ്റ് ഓഫീസ് ഇല്ലേ ഭയങ്കര കിടില സെറ്റ്. അതുപോലെ നമ്മുടെ അടികപ്പേര് കൂട്ടമണിക്കാത്ത പള്ളി. നമ്മൾ ഉണ്ടാക്കാനുള്ള സമയം വരുന്നതല്ലേ ഉള്ളൂ ഒളിയാ. എല്ലാരും എല്ലാം കണ്ടുപിടിച്ചില്ലേ. ഇനി നമുക്കൊന്നും കണ്ടുപിടിക്കില്ല. എല്ലാരും എല്ലാം കണ്ടുപിടിച്ചു. അച്ഛൻ ഇത്ര വർഷത്തെ അച്ഛൻ എന്തിനാ കണ്ടുപിടിച്ച്? 2 മക്കളുണ്ടാക്കി. ഓ ചോദിക്കണ്ടേ. ഓ ഇതിന്റെ ടണലെത്തി. ടണല് അടിപൊളിയില്ലേ? ഇടിലും കേട്ടോ. പൊക്കിട് മറ്റത്തൊരു വെട്ടം പോലെ കാണുന്നുള്ളൂ. പക്ഷെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തുരങ്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റോഡ് സൈഡിൽ നിർത്തി കേട്ടോ. വേറെ കടയൊന്നും കണ്ടില്ല, ഇവിടുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ കേട്ടോ. നമ്മുടെ വേറൊരു ഐറ്റം ഉണ്ട്. നമ്മുടെ ബീഫ് ഉണ്ടായിരുന്നു. ഇത് പഴംപൊരിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഞാൻ അതായിരുന്നു രാവിലെ തൊട്ടേ പ്രതീക്ഷിച്ച. അതുകൊണ്ടാണ് ബീഫ് എടുത്തുകൊണ്ട് വന്നത് വീട്ടിൽ നിന്ന്. ഇനി പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേന് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് അതും കൂട്ടി അടിക്കാം. ഇത് ഗ്യാസ് എടുത്തായിരുന്നു അമ്മ? എടുത്തില്ലേ? അല്ലെങ്കിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമായിരുന്നു. എങ്ങനെയുണ്ട് ട്രിപ്പിൻ്റെ ഒരു അനുഭവം? ആദ്യ അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എനിക്കൊരു 8 മണി. ഓക്കെ, അപ്പം മതി. 8 മണി തൊട്ടാണ് എനിക്ക് നല്ലതായത്. ട്രിപ്പ് ഇതായത്. കാര്യം എൻ്റെ പനി കുറഞ്ഞു. ചേട്ടൻ ഗുളിക അടിച്ചു തന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ എറില വീണ്. എപ്പിടി ഇருக்கு? രാവിലെ മസാല ദോശ കഴിക്കുന്നത് നല്ലത്. മാവ് കൊള്ളൂല കേട്ടോ. മാവ് പോരാ, ഒട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഫുഡൊക്കെ കഴിക്കല്ലേ? 1 മണിക്കൂർ കഴിയുമ്പോൾ ചാർജ് ആവും. ഫോൺ കുത്തിടാൻ പറ്റുമായിരിക്കും. പെട്ടെന്ന് ചാർജ് ചെയ്ത്. നിന്റെ ഒരു വിറ്റുണ്ടാണ്. നീ എന്താ ഉടുപ്പ് തിരിച്ചിട്ടേക്കുന്ന? ഒരു ഉടുപ്പ് ഇട്ട് വെച്ചേക്കുന്ന പൊട്ട. ഇനി ആരാ വണ്ടി ഓടിക്കുന്ന? അമ്മക്ക് എണ്ണി പിരിക്കാം. അക്കി പിക്കി വാട്ടർ പിക്കി അക്കം പിക്കം പൊക്കം. ഓ നീ പോയല്ലേ. അക്കി പിക്കി വാട്ടർ പിക്കി അക്കം പിക്കം പൊക്കം. ഓ അച്ഛനും പോയി. ഞാൻ ഓക്കെ ഗൈസ്. അമ്മച്ചി. അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി പാലക്കാട് എത്താറാകുമ്പോഴത്തേനൊക്കെ വരാം. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഞുണുക്ക് പരിപാടി ഉണ്ടെങ്കിൽ വരാം കേട്ടോ. പഴംപൊരി ഇട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇനിയിപ്പോ വണ്ടി ഓടിക്കുന്ന സമയങ്ങളിലെല്ലാം അക്കം പൊക്കം വെച്ച് നോക്കുന്നേ.
അല്ലല്ല ഇനി അക്കം പൊക്കം നോക്കത്തില്ല കേട്ടോ. ഇല്ല 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 ഇത് ഞാൻ ചുമ്മാ നോക്കിയതാ. എനിക്ക് അറിയാലോ ഞാൻ വരുമെന്ന്. ഞാൻ പിന്നെ മനഃപൂർവ്വം എണ്ണ വെച്ച്. അപ്പൊ അക്കം പിക്കം പൊക്കം കഴിഞ്ഞിട്ട് ഒരു പൊക്കോടെ ഉണ്ട് ലാസ്റ്റ്. അതുണ്ട് ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ചെറിയൊരു ഗെയിം കളിക്കും കേട്ടോ. ഓക്കെ, റോങ് ആൻസേഴ്സ് ചലഞ്ച്. അതായത് ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായി ഉത്തരം പറയരുത്. ഒരാളാണോ എല്ലാരും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, മാറി മാറി ചോദിക്കാം. അളിയെ ഫസ്റ്റ് അളിയെ എന്ത് പേരെന്തു? കൊച്ചു. നീ എന്തുണ്ട് എന്റെ പേരിട്ട് വേറെ ഏതെങ്കിലും പേരിട്ടുണ്ടായിരുന്നാ? എത്ര വയസ്സായി? 26. അപ്പൊ അതിൽ കൂടുതലുണ്ടെന്ന് ശ്രദ്ധിച്ചോളെ. എന്ത് ചെയ്യുന്നു? ഞാൻ പൈലറ്റ്. ഓ എടാ, ഒരു പേപ്പർ പ്ലെയിൻ പോലും ഉണ്ടാക്കാൻ അറിയാത്ത നീ പൈലറ്റ്. ആ ശരി ശരി, എന്റെ അടുത്ത് ചോദിക്കേ. അടുത്ത ഇനി എന്റെ അടുത്ത് ചോദിക്കട്ടെ ക്വസ്റ്റ്യൻസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? പ്രദീപ്. വയല് നോക്കി അടിപൊളിയല്ലേ, നല്ല ഭംഗി. നമുക്ക് ഡ്രോണെന്ന് പുറത്ത് വെക്കാം. ഒരു സ്റ്റാച്ചു പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചേക്കാം നമുക്ക്. അത് ഫുള്ള് തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടാ. സ്റ്റീലാണെന്ന് തോന്നില്ലേ അത്? ഓക്കെ ഗൈസ്, ഇനി ഊട്ടി 90 കിലോമീറ്ററും കൂടെ ഉള്ളു. അമ്പ് ഗാന്ധി വരെ മൈസൂർ 220 കിലോമീറ്റർ ഉള്ളൂ. മൈസൂരുടെ പോയാലോ നമുക്ക്? ഒറ്റപ്പടി മൈസൂർ വിട്ടാ സത്യമംഗലം 78 കിലോമീറ്റർ. സത്യമംഗലം എവിടെ? അത് വീരപ്പം കാട്. ഓ, വീരപ്പൻ ഒളിച്ചു താമസിച്ച സ്ഥലമല്ലേ? അതാ സത്യമംഗലം. ഓ, വീരപ്പൻ ഉണ്ടാ ഇപ്പോഴും? ഒന്നാ എന്തെങ്കിലും കുടിക്കാൻ കേട്ടാ. അച്ഛ കരിമ്പ് ജ്യൂസ് ഉണ്ട് അച്ഛാ, വേണോ? അതെന്തോന്ന് തടാകോ അച്ഛാ? കെട്ടിക്കിടക്കുന്ന ഞാൻ തോന്നുന്നു. പക്ഷെ വെള്ളം ഒഴുകണല്ലേ? തിരമാല പോലെ ചെറിയ ആ തിരയടിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ കെട്ടിക്കിടക്കുന്ന വെള്ളാന്ന് തോന്നുന്നു കേട്ടാ. കെട്ടിക്കിടക്കുന്ന വെച്ചാ അത് ഏയ് നമുക്ക് ഓരോ കരിമ്പൻ ജ്യൂസ് കുടിക്കാം. അപ്പാ അമ്മ ഇറങ്ങുന്നില്ല കേട്ടോ, അമ്മയ്ക്ക് വയ്യ, പനിയുണ്ട് ചെറുതായിട്ട്. എന്തൊരു തിരക്ക്. ഇത് ഏതോ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് എന്താ ഊര് ഇത്? കോയമ്പത്തൂര് കിട്ടയാണ് കേട്ടോ. എണ്ണ ലുക്ക് பெரிய வெயிலா? ஆமா. இது எந்த ஊருன்னு தெரியல. ஆனா நல்லா இடத்தோட பேரு குறிச்சி. 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 ஆ, இவருக்கு கேஎஸ்ஆர்டிசி ஃப்ரீயா? இங்க டிரான்ஸ்போர்ட் ஃப்ரீயா? ஆ, லேடிஸ்க்கு. ஆ, സർക്കാർ ബസ് ഫ്രീ താനാ? ആ, ലേഡീസുக்கு. അത് ഇപ്പൊ തൊട്ടാണോ? അപ്പടിയേ இருக்குது. ആ, നേരത്തെ ഉണ്ട് കേട്ടാ. ഓ, ഇവിടെ നേരത്തെ ഉണ്ടല്ലേ അത്? ഓർഡിനറി ബസ്. ആ, അങ്കയും അത് എടാ ലാഭമാണ് കേട്ടോ. നമ്മളവിടെ കഴിയുമ്പോൾ 50 രൂപ അടിക്കും. ഇവിടെ നമ്മൾ 3 പേരോട് കുടിച്ചത് 75 രൂപയുള്ളൂ. അപ്പൊ ഒരെണ്ണത്തെ രൂപ 25 രൂപ. 25 രൂപ. നമ്മളോടാണെങ്കിൽ 50 രൂപ കുറവ് അടിക്കും. ആ, വണ്ടിയുടെ കീഴിൽ കൂടെയാണ് പോണം. എന്നെ ഇവിടെ കൊണ്ടുപോകും. ഓയ് ഓയ് ഓയ്. നിപ്പാട്ടെ. ആ, ഓക്കെ. അയ്യോ, ഭയങ്കര വെയില്. ഏകദേശം നമ്മള് കോയമ്പത്തൂർ എത്തി കേട്ടോ.
അച്ഛ ഇവിടെ അല്ലേ അച്ഛാ തുണിയൊക്കെ മേടിക്കാൻ ഭയങ്കര ലാഭം അല്ലേ? വില കുറച്ച് തുണി സാധനങ്ങള് എല്ലാം മേടിക്കാൻ കിട്ടും. അത് കണക്ക് ആക്രിക്കടയുണ്ട്, വണ്ടിയുടെ എല്ലാ സ്പെയർ പാർട്ട് സാധനങ്ങളും എല്ലാ സംഭവം മേടിക്കാൻ കിട്ടും. ഇവർക്ക് ആർക്കും വണ്ടി തട്ടുമൊന്നും അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇട്ടിക്കുന്ന ഇടിക്കട്ടെ. ഇതുണ്ടാ മൊത്തത്തിൽ കത്തും. അതായത് സിഗ്നലിന്റെ കുറ്റി ഉൾപ്പെടെ മൊത്തം കത്തും. പോണമെങ്കിൽ പച്ച കളർ താഴെ മേളി വരെ ഓടും. നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ മറ്റേ എന്റെ വണ്ടിക്ക് മറ്റേ ജാക്കിന്റെ ലിവർ ഉണ്ടല്ലേ, അതൊക്കെ ഈ ആക്രിക്കട അവിടെ കിട്ടും. കാണും, എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും. അവൻ പോയി റോഡിനടുക്ക് വണ്ടിയൊക്കെ ഇട്ടിട്ട് പോയി. അവന്റെ കുഞ്ഞമ്മയുടെ ഇവിടെ അപ്പുറത്താണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയേക്ക, വിരുന്നിന് പോയേക്കുവാ. ആ എടാ തിരക്കാന്ന് കുഞ്ഞമ്മ വിളിക്കുക. ചുമ്മാ അപ്പൂപ്പനൊക്കെ വല്യപ്പനൊക്കെ കണ്ട ഇല്ല, സ്ലോ മോഷനാണ് ഇതൊക്കെ പോവാ. പക്ഷെ ഇവരാരും വണ്ടി ഓടിക്കുന്നത് ഒരുമാതിരിയാ, നമുക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അല്ല ഇവര് വലുതായിട്ട് സൂക്ഷിക്കും തോന്നുന്നില്ല. ഇവർക്ക് കിടന്ന ഹോൺ അടിക്കും. മൂന്ന് പേരും രണ്ടുപേരും ഒരു വല്യമ്മ ചരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങുന്ന തമിഴ്നാട്ടില്ലേ, അവിടെ ഇത്ര എങ്ങനത്തെ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇല്ലേ? അത് ചിട്ടി ദ റോബോട്ട്. വേണ്ട, ഇത് ഞാറൊക്കെ ഉണ്ടോ? ഞാറൊക്കെന്തോ എന്ത് ഞാവൽപ്പഴോ? ഞാവൽപ്പഴം എനിക്ക് ഇതിനകത്തല്ലോ മാവന് ഷർട്ടിലല്ലോ. എനിക്ക് വേണ്ട. തമിഴ്നാട്ടിൽ ഇവിടെ വരുമ്പോ ഇങ്ങനെ തന്നെ ഒരു സാധനം പേടിക്കത്തില്ല. വേണ്ട വേണ്ട, വണ്ടി ഇടാൻ സ്ഥലമില്ല. അതിൽ പെറ്റി കിട്ടും. ഞാവൽപ്പഴത്തിന് 1000 രൂപ പെറ്റി. എനിക്ക് ഈ വെള്ള ഷർട്ട് മൊത്തം ഒന്ന് കൊള്ളാവും. പൊടിയടിച്ചിരിക്കണം, അതുകൊണ്ടാണ്. നമ്മൾ കോയമ്പത്തൂരെ കഴിഞ്ഞിട്ട് കുറെ ഇങ്ങോട്ട് വന്ന കേട്ടോ. ഫുള്ള് വെജിറ്റേറിയൻ കടകളാണ് കൂടുതൽ. അപ്പൊ അച്ഛന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്തേരി എനിക്ക് എന്തും പോകും. അങ്ങനൊന്നും അല്ല, ഞാൻ 2-3 കടയിൽ ഞാൻ വെജിറ്റേറിയൻ കടയിൽ നിർത്തി. അല്ല തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണി. പക്ഷെ എല്ലാവർക്കും ലെഗ് പീസ് ഉണ്ട് കേട്ടോ. ഒരു പീസേ ഉള്ളൂ കേട്ടോ, വേറെ പീസൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒറ്റ പീസേ ഉള്ളൂ ലെഗ് പീസ്. പിന്നെ സലാഡുണ്ട്, പിന്നെ മറ്റേ ഇല്ല വഴുതനയൊക്കെ ഇട്ടൊരു കറി, അതുകൊണ്ട് പിന്നൊരു മുട്ട. ടേസ്റ്റ് ഉണ്ടോ? കറക്റ്റ് ദിണ്ടുക്കൽ ബിരിയാണിയുടെ ടേസ്റ്റ് അല്ലേ? വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂട്, മറ്റേ തകര ഷീറ്റാണ് ഉണ്ടായിരുന്നത്, ഒന്ന് ഇരിക്കാൻ വയ്യ. കുറച്ച് കറിയും കൂടെ കഴിച്ചു, ഇച്ചിരി സലാഡും, എല്ലാം നല്ല എരി. ഓക്കെ, കഴിച്ചിട്ട് വരാം കേട്ടോ. അമ്മേ എരി. എടേ, ഇനി നിങ്ങൾ മാപ്പ് നോക്കിയിട്ട് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുക കേട്ടോ. ഇനി ഒരു എത്ര മണിക്കൂറുണ്ട്? 2.5 മണിക്കൂർ അടുപ്പിച്ചുണ്ട് കേട്ടോ ഇവിടുന്ന്. വയറ് നിറച്ച് ചോറ് കൊണ്ടിട്ട് കിടന്ന് ഉറങ്ങാല്ലേ? എന്തോന്ന് എരി ആ ബിരിയാണിക്ക് പുല്ല്. ഉടലൊക്കെ കത്തി. എന്നിട്ട് അവിടെ സോസ് എടുത്ത് വെച്ചേക്കുന്നു. എന്നിട്ട് അതിന്റെ കൂടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എരി ആയതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. പോരത്തിന് ഭയങ്കര ചൂടും. ഒന്ന് കിടന്നുറങ്ങട്ടെ കേട്ടോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഊട്ടി കയറി കേട്ടോ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. വരുന്നതിന് മുമ്പായിട്ട് ഈ പാസ് സംഭവം എടുത്ത് വെക്കണം. നമ്മളതൊന്നും എടുത്തൊന്നുമില്ല, ഇവിടെ വന്നിട്ട് ചെയ്താലും മതി. 30 രൂപ എൻട്രി ഫീ. ഇവിടെ കുരങ്ങ് കേട്ടോ, ഭയങ്കര കുരങ്ങ്. അച്ഛന്റെ എനിമയാണ്. ഇത് എന്തുകൂടെ ദൂരം കുറയുന്നില്ല, ഇനിയും ഉണ്ടാവും 1.25 മണിക്കൂർ. കിലോമീറ്റർ 43. അച്ഛൻ ഓടിച്ചില്ലേ അച്ഛൻ വണ്ടി? അച്ഛൻ വണ്ടി ഒതുക്കിട്ട് ഉറങ്ങുമായിരുന്ന. ഇതെന്താ ഇത് ദൂരം കുറയാത്ത? കേറിയപ്പോഴത്തേന് മഴ പെയ്യുന്ന കേട്ടാ. കണ്ണ് കാണുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്താ ഇരിക്കുന്നു? കാണാവോ? കണ്ണാടി വെച്ചിട്ടില്ലല്ലോ ഇനി. ചെട്ടി
വ്യൂ നോക്കിയേ, സൂപ്പർ അല്ലേ? കൊള്ളാം. ഒരു കൊച്ചു കുരങ്ങ് നോക്കിയാണ്. അടിയിട്ട് മോന്താണെമ്പോ അറിയാം അടിക്കുന്നത്. കുരങ്ങിന്റെ അടുത്ത് പൂച്ചടമുണ്ട്. സൂപ്പർ. ഉങ്ങൾക്കെല്ലാം എണ്ണ വേണം. എണ്ണ വേണ്ട, മുട്ട പറഞ്ഞു. ഓ எப்படி இருக்குது கிளைமேட்? குளிரா வந்துட்டே இருக்கு. ரோடெல்லாம் സൂപ്പർ. இந்த வளம் மாற்றிட்டா போதும். അത് ഇവിടെ നേരെ താപ്പോട്ടങ്ങ് പോയാൽ മതി, വളവില്ല. ഊട്ടിയിലെ കുതിരയെ പോലെ സ്ട്രൈറ്റ്. ചായ എടുത്തു, എല്ലാം എടുത്തോണ്ണാ, എല്ലാം അപ്പുറം ആക്കണ്ട. ഇല്ല അണ്ണ അവിടെ മാഗി റെഡി ആയി പോണ കേട്ടോ. വസനക്കുടി വഴി ഊട്ടിയാ. മസനക്കുടി വഴി ഊട്ടി. അങ്ങനെ എങ്ങനെ? മസനക്കുടി വഴി ഒരു ഊട്ടി പോക്ക്. പക്ഷെ ആ റോഡ് ഇപ്പൊ ക്ലോസ് ആണെന്ന് തോന്നുന്നു. അത് ഏതോ ഒരു ടൈമിൽ മാത്രമേ തുറക്കത്തുള്ളൂ, എന്തോ ഒരു സംഭവം. അല്ല, അതുവഴി ഭയങ്കര റഷ് കൂടിയോണ്ടാണ് എന്തോ ഒരു ഇതുകൊണ്ട് ഇപ്പൊ ക്ലോസാണ്. പക്ഷെ അതുവഴിയുള്ള യാത്ര സൂപ്പറാണ്. ചായ 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 എടുത്തോളൂ. കടുപ്പത്തിലുള്ള ചായ. കൊള്ളാവോ? പോടാ മരക്കട. നല്ല മധുരം. അതാണ് ഇവിടെ പഴംപൊരി കിടക്കോ? പഴം അത് തന്നെ, പഴം ഏത്തപ്പഴം പൊരിച്ച. അണ്ണാ മഞ്ഞ കളറിൽ ഇരിക്കുന്ന മറ്റേ മാവി മുക്കി വാളക്ക പഴം. വാളക്ക പൊരിച്ച. ബജ്ജിയല്ല, മഞ്ഞ കളറിൽ ഇരിക്കുന്ന. ഇവിടെ കിട്ടൂല കേട്ടോ. പഴത്തിന് വാളക്കന്നല്ലേ പറയുന്ന? വാളക്ക അത് തന്നെ ഞാൻ കറക്റ്റാ ചോദിച്ച. ഓ വാളക്ക റോസ്റ്റാ? ചൂട് മാഗി പിടിക്കൂ. ഓക്കെ, ഞങ്ങളിനി റിസോർട്ട് എത്തിയിട്ട് വരാം കേട്ടോ. ഇനി ഇവിടുന്ന് ഏതാണ്ടൊരു അരമണിക്കൂർ ഇനിയുണ്ട് ഡ്രൈവ്. പക്ഷെ ദൂരം കുറവാണ്, പക്ഷെ എത്താനുള്ള സമയം കൂടുതലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങ് എത്തിയിട്ട് വരാം. വെൽബാക്ക് വിൻറ്റേജ് റിസോർട്ട്. ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാം കേട്ടോ, പൊളി. ഇത് നമ്മുടെ ബോച്ചയുടെ പ്രോപ്പർട്ടിയാണിത്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് 2 കോട്ടേജാണ് പറയേണ്ടുള്ളത്. നല്ല കോടയൊക്കെ പ്രതീക്ഷിച്ച വന്നത്. ഭയങ്കര വെയിൽ ഇവിടെ. പൂവൊക്കെ ഉണ്ടല്ലേ. അടിപൊളിയാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് 1ാമത്തെ കോട്ടേജ്. ഇതിൻ്റെ മണ്ടയിലോട്ട് വരുമ്പോഴത്തേന് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. വിളവ് കുറവ്. ഒന്നുമില്ല. എനിക്കാണ് ഇംഗ്ലീഷ് അറിയത്തില്ല, അതല്ലേ. തമിഴ് അറിയാവോ? തമിഴ് സൂപ്പറാ പേസും. ഇത് എന്നാ സ്റ്റഡി? ഇംഗ്ലീഷ്, തമിഴ്. ക്യാബേജ്. ഇത് റാഡിഷ്. എല്ലാം ഉണ്ട് കേട്ടോ. ബീട്രൂട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കിച്ചണിൽ യൂസ് ചെയ്യായിരിക്കും അല്ലേ? ഈ ചെടി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് എന്ത് സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. Where is pool? There is no pool. There is no pool. ഇതും ആ സെയിം സാധനമല്ലേ? Green color. ഓക്കെ. Color different. ഇവർക്ക് ഇവിടെ കുറെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഈ കായൊന്നും. ബ്രോഡ് ബീൻസ്, പൊട്ടറ്റോ, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഓക്കെ, വെൽ ഡൺ. കായൊന്നും ഇല്ല കേട്ടോ, കിളിച്ചിട്ടേ ഉള്ളൂ. ഇതെന്തുവാ? ഡിസീസ് അല്ല, ഒന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേനെ നാളെ ആവും. ഈ ചീരക്ക് എന്തൊരു ഇംഗ്ലീഷ് പറയുന്ന? ചീര അതെനിക്കറിയാം. ഇത് ചെമ്പരത്തി. തുടങ്ങി. അതേണ്ട, ഇതാ ഹൈഡ്രേഞ്ച്. ഇത് പണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു, പട്ടുപോയി. അച്ഛാ അവിടെ നിന്ന് എന്താ പറിച്ചേ? അതെടുത്ത് അവിടെ വെക്കാന്ന് പറഞ്ഞു.
അച്ഛൻ എന്തിനാ എടുത്തത് കണ്ട് അതാ ചുമ്മാ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ്. ഓ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. പക്ഷെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ പൂളൂടെ വേണമായിരുന്നു. കോൾ ബോച്ചാൻ കുഴി ഇത് പൂള്. പക്ഷെ ഏറ്റവും അടിപൊളി വ്യൂ നമ്മുടെ അവിടുത്തെ അവിടുന്ന് ഫ്രണ്ടിൽ ഇറങ്ങുമ്പോഴേ ഊട്ടി ടൗൺ മൊത്തം കാണാൻ പറ്റും. പാഷൻ ഫ്രൂട്ടാ ഉണ്ടാ? ഫ്ലവേഴ്സ് ഉള്ളേ. ആ ഇത് പാഷൻ. ആ അത് വേറൊരു സൈസ് പാഷൻ ഫ്രൂട്ട് അല്ലേ? അത് എങ്ങനെ ക്ലൈംബിങ്? സ്പൈഡർമാനാ? വലയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇതെന്തു കളിയാ? ബോറടിക്കുമ്പോ ഊരി അടിക്കാനാ തോന്നുന്നു. രസമുണ്ട്. ഭയങ്കര തണുപ്പ് കേട്ടോ ഇവിടെ ചവിട്ടുമ്പോ. പിന്നെ ബാത്റൂം നീറ്റാണ്, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല. എല്ലാം ബേസിക് ആണ് കേട്ടോ. വലിയ ഭയങ്കരമായിട്ടുള്ള റൂമൊന്നുമല്ല. ബട്ട് കൊള്ളാം, നൈസ്. ജസ്റ്റ് ടി വി ഉണ്ട്, അലമാരയുണ്ട്, പിന്നെ ഇരിക്കാൻ സോഫയുണ്ട്, പിന്നെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വ്യൂ സൂപ്പറാണ്. ഓക്കെ നൈസ്. ഇനി അമ്മയുടെ അച്ഛൻ്റെ റൂമിലോട്ട് പോവാം. അങ്ങനെയുണ്ട്? ഓക്കെ ആണോ? സെറ്റല്ലേ? എടീ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഇല്ല അളിയാ, അളിയ ഇതിനകത്തോട്ട് അറിയേ ഇത് കുറച്ചുകൂടെ വലുത് കണക്ക് തോന്നിയാ? ഇത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് കേട്ടാ. അതൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് തണുപ്പ്? 9 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന് കിടന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പൊ ഉറങ്ങിയ അച്ഛൻ അതൊക്കെ ചോദിച്ചതാണ്. AC ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകട്ടെ. വന്ന് കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. പനി എങ്ങനെ ഉണ്ട് അമ്മയ്ക്ക്? ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ വരുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മളെന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോകട്ടോ. യാഗസ് എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.